അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിത്യജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് അറിവുകളെ കുറിച്ചാണ് നമ്മുടെ വീഡിയോകളിൽ പറയാറുള്ളത്. ഇൻഷാ അല്ലാഹ് അതനുസരിച്ച് അമലുകൾ ചെയ്യാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം ഒന്നിനു പിറകെ ഓരോന്നായി വരുന്നത് നമ്മുടെ ജീവിതത്തെ വളരെ വിഷമത്തിലാക്കാറുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ നമുക്ക് ധാരാളമായി ലഭിക്കുമ്പോൾ പല ആളുകളും പല സമയത്തും അള്ളാഹുവിനെ ഓർക്കാറ് പോലുമില്ല. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തുന്നതിന് വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് കൂടി ഉപകരിക്കുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്തു വെക്കുക. പല സമയങ്ങളിലും നമ്മൾ അള്ളാഹുവിനെ ഓർക്കാറില്ല. പലപ്പോഴും സന്തോഷവേളകളിലെല്ലാം നമ്മൾ ആനന്ദിക്കുമെന്നല്ല, നമ്മൾ ഒരുപാട് സന്തോഷം പങ്കിടുമെന്നല്ലാതെ അള്ളാഹുവിലേക്ക് നമ്മൾ ശുക്ർ ചെയ്യാറില്ല, അള്ളാഹുവിനോട് നന്ദി പറയാറ് പോലുമില്ല. എന്നാൽ വിഷമഘട്ടങ്ങളിലാണെങ്കിലോ നമ്മൾ ഒരുപാട് ദിക്ർ ചൊല്ലുന്നുണ്ട്, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട്, ഒരുപാട് ഖുർആൻ ഓതുന്നുണ്ട്, അള്ളാഹുവിലേക്ക് നമ്മൾ തേടുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രീതി നമുക്ക് കരസ്ഥമാക്കണമെന്നുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സന്തോഷ സമയങ്ങളിൽ ആ സന്തോഷങ്ങളെല്ലാം നമുക്ക് നൽകിയത്, എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയത് അള്ളാഹു മാത്രമാണ് എന്ന ബോധം നമ്മുടെ കൽബിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എന്നാൽ സന്തോഷ സമയങ്ങളിൽ അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ നമ്മുടെ വിഷമഘട്ടങ്ങളിലെല്ലാം അള്ളാഹു നമ്മളിലേക്കും അടുക്കുന്നതാണ്. നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കും അള്ളാഹു തആല പരിഹാരം കാണിച്ചു തരും. നമ്മൾ ഏതൊരു ബുദ്ധിമുട്ടുകളിൽ കുടുങ്ങിയാലും, എത്ര വലിയ പ്രയാസത്തിൽ അകപ്പെട്ടാലും അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കാൻ, അള്ളാഹു നമ്മെ സംരക്ഷിക്കാൻ, നമ്മുടെ വിഷമങ്ങൾക്കെല്ലാം അള്ളാഹു തആല പരിഹാരം കാണാൻ നമ്മെ സഹായിക്കുന്ന ഒരു ചെറിയ ദിക്റാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. എല്ലാ ദിവസവും 71 തവണ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ദിക്റിനെ നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ എല്ലാവിധ നിഅമത്തുകളും ലഭിക്കുകയും ഇന്ന് നമ്മൾ ഏതൊരു വിഷമഘട്ടത്തിലൂടെയാണോ കടന്നു പോകുന്നത് അതിൽ നിന്ന് അള്ളാഹു നമ്മെ കരകയറ്റുകയും ചെയ്യും. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ വലിയ വിഷമത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ ഒരു ദിക്റാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നത്. നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് സമർപ്പിക്കുന്ന ഒരു ദിക്റാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നത്. നമ്മുടെ എല്ലാ കടങ്ങളും, പല ആളുകളും കടം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നവരാണ്. ഒരു ചെറിയ വീട് പോലും ഇല്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വാടക വീട്ടിൽ താമസിച്ചു കൊണ്ട് ബുദ്ധിമുട്ടുന്ന, വർഷങ്ങളായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് തന്നെ അറിയാം. അതുപോലെ തന്നെ ഒരുപാട് സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് നമ്മൾ വിദ്യാഭ്യാസം നേടി, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമ്പത്ത് നമ്മൾ ചെലവഴിച്ചു. എന്നിട്ട് അവർ ഒരു ജോലി നോക്കുമ്പോൾ ജോലിയിൽ തടസ്സങ്ങൾ, ജോലി ശരിയാവാതെ വരിക, ഇങ്ങനെ തുടങ്ങി നമ്മൾ പല വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ഏത് രീതിയിലുള്ള പ്രയാസഘട്ടങ്ങളിലാണെങ്കിലും നമ്മുടെ പ്രയാസങ്ങളെല്ലാം നമ്മളെ അള്ളാഹു ഏറ്റെടുക്കാൻ, നമ്മുടെ പ്രയാസങ്ങളും നമ്മളെ പ്രശ്നങ്ങളുമെല്ലാം അള്ളാഹുവിലേക്ക് ഭാരമേൽപ്പിക്കുക. അള്ളാഹു വക്കീലാണ്. അതുകൊണ്ട് തന്നെ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ ഈ ഒരു ദിക്റിനെ 71 തവണ നമ്മൾ ചൊല്ലുക. ഇതിലൊരു മുടക്കവും വരുത്താതെ എല്ലാ ദിവസവും നിങ്ങൾ പാരായണം ചെയ്യുക. അള്ളാഹു സുബ്ഹാനല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നൽകും. 71 തവണ ഈ ഒരു ദിക്ർ ചൊല്ലിയതിന് ശേഷം നമ്മുടെ കൽബറിഞ്ഞുകൊണ്ട്, മനസാന്നിധ്യത്തോടു കൂടി, പൂർണ്ണ ഇഖ്ലാസോടു കൂടി അള്ളാഹുവിലേക്ക് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. അള്ളാഹുവിന് നമ്മുടെ ദുആ കൊണ്ട് എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരാനുള്ള കഴിവുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് നിത്യവും നമ്മളെ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക. അപ്പോൾ അള്ളാഹു നമുക്ക് നമ്മൾ ആഗ്രഹിച്ചതിലും കൂടുതൽ തന്ന് നമ്മളെ അനുഗ്രഹിക്കും. ആ ദുആ സ്വീകാര്യമാകാൻ പരിശുദ്ധ ഖുർആനിൽ ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ദിക്ർ ഒരു സൂറത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ പറഞ്ഞ ഒരു ദിക്ർ കൂടിയാണിത്. അതുപോലെ തന്നെ ഇത് ചൊല്ലിയാൽ ഒരു ആയത്തോതിയ ഫലം കൂടി നമുക്ക് ലഭിക്കും. നല്ല ഇഖ്ലാസോടു കൂടി, നല്ല കൽബോടു കൂടി, നല്ല ശുദ്ധിയുള്ള കൽബോടു കൂടി വേണം നമുക്കിത് ചൊല്ലാൻ. പ്രത്യേകിച്ചും വുളുവോടുകൂടി നല്ലൊരു സ്ഥലത്തിരുന്നു കൊണ്ട് മനസാന്നിധ്യത്തോടു കൂടി ചൊല്ലാൻ നോക്കുക. എന്നിട്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളുമെല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിക്കുകയാണ്. അള്ളാഹു ഒരിക്കലും അത് തട്ടിമാറ്റുകയില്ല. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരടിമ അള്ളാഹുവിലേക്ക് തേടുന്ന സമയത്ത്
അള്ളാഹു അതിന് ഇജാബത്ത് നൽകാതിരിക്കുകയില്ല. പക്ഷേ പലപ്പോഴും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളെ പരീക്ഷിക്കപ്പെടുന്നതാണ്. എൻ്റെ അടിമ ഒരുപാട് ദിക്റുകൾ കൊണ്ടും സ്വലാത്തുകൾ കൊണ്ടും ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും എന്നിലേക്ക് അടുക്കട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അള്ളാഹു ഇത് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പരീക്ഷണങ്ങളിൽ നമ്മൾ തളരാതെ വിഷമിക്കാതെ അള്ളാഹുവിലേക്ക് അടുക്കുക. അതുപോലെ തന്നെ നമ്മളെ പല കാര്യങ്ങളും വൈകിപ്പിക്കുന്നത് അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കാൻ വേണ്ടിയാണ്. നമ്മളിൽ പലരും ചെയ്യുന്ന കാര്യമാണ്, നമുക്ക് ആവശ്യമായ ഭവനം ലഭിക്കുമ്പോൾ, ആവശ്യമായ സന്താനങ്ങൾ ലഭിക്കുമ്പോൾ, ഇങ്ങനെ നമുക്ക് സൗഭാഗ്യങ്ങൾ ലഭിക്കുമ്പോൾ അള്ളാഹുവിനെ മറന്നു പോകുന്നു, ആർഭാടകരമായി ആഘോഷിക്കുന്നു. നമ്മുടെ ഏത് കാര്യമാണെങ്കിലും ആർഭാടങ്ങളില്ലാതെ ധൂർത്തില്ലാതെ അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെ നമ്മൾ അത് നടത്താൻ വേണ്ടിയിട്ട് നോക്കുക. ഇൻഷാ അള്ളാഹ് നമ്മുടെ എല്ലാവരുടെയും അമലുകൾ അള്ളാഹു സ്വീകരിക്കുന്ന രീതിയിലുള്ളതാവട്ടെ. ഇങ്ങനെയുള്ള സന്തോഷവേളകളിലെല്ലാം നമ്മൾ അള്ളാഹുവിനോട് അടുക്കുക, ദിക്ർ ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക, അള്ളാഹുവിലേക്ക് അടുക്കുക, അള്ളാഹുവിന് നന്ദി ചെയ്യുക, ശുക്ർ ചെയ്യുക. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രയാസഘട്ടങ്ങളിലെല്ലാം അള്ളാഹു നമ്മെ സഹായിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും പറയുകയാണ്, ഈ ദിക്ർ ഹസ്ബുൻ അള്ളാഹു വനിഅമൽ വക്കീൽ എന്ന ദിക്ർ ചെറിയൊരു ദിക്റാണ്. ഇത് 71 തവണ എല്ലാവരും നിത്യമായി ചൊല്ലുക. അപ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും എന്ന കാര്യം ഉറപ്പാണ്. നിങ്ങൾ ചൊല്ലി നോക്കിയാൽ തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാറ്റം മനസ്സിലാവും. നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകരിക്കുന്ന മറ്റുള്ളവരിലേക്ക് കൂടി എത്താൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും.